എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇവാനാണെങ്കിൽ ലൂഫിയോട് തീർത്തു പറയും, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി എനിക്ക് നിനക്ക് ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ആക്ച്വലി ഹോർമോൺ അത് നിന്റെ ബോഡിയിൽ ഒരു ചേഞ്ചും ഉണ്ടാക്കുന്നില്ല. നിന്റെ ബോഡിയിൽ എന്തൊക്കെ ഡാമേജസ് ഉണ്ടായിരുന്നോ അതൊക്കെ ഇപ്പോഴും നിന്റെ ബോഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഹോർമോൺ അത് നിന്റെ ബ്രെയിനിലേക്ക് കടന്ന് നിനക്ക് വലിയൊരു എനർജി തരുകയാണ്. നിന്റെ ബ്രെയിന് ശരിക്കും അത് മാനിപ്പുലേറ്റ് ചെയ്യാണ്. സോ ഈ ഒരു അവസരം അത് നീ പാഴാക്കാൻ പാടില്ല. അതേസമയം ഇവിടെയാണെങ്കിൽ ഈ പേസിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ പുതിയ രണ്ടുപേര് അവര് റെഡി ആയിട്ട് അടുത്തേക്ക് വരും. ആ പുതിയ രണ്ടുപേര് ഏസിനെ വെട്ടാൻ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ലൂഫിയുടെ ഹാർട്ട് ബീറ്റ് കൂടും. അവൻ അടുത്ത സെക്കൻഡ് 100-110 അങ്ങനെ ഓടുകയാണ്. ഇവാന് നല്ല ഉറപ്പുണ്ട് ലൂഫിയെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന്. സോ ഇപ്പൊ ഇവാന് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം അത് ലൂഫിക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ്. ഇവിടെ ലൂഫി അവൻ മുമ്പിൽ കാണുന്ന നേവിക്കാരെയെല്ലാം അച്ചരം പൊച്ചരം ചവിട്ടി തെറിപ്പിച്ച് മുൻപിലേക്ക് കുതിക്കും. അപ്പോ ഒരു നേവി ഓഫീസർ അവൻ കയ്യിലുണ്ടായിരുന്ന നല്ല നീളമുള്ളൊരു ചാട്ട അതിപ്പോ ലൂഫിയുടെ കഴുത്തിലിട്ട് അങ്ങനെ കുട്ടിക്ക് വലിക്കുകയാണ്. നേവിക്കാരനാണെങ്കിൽ ശക്തിയായിട്ട് കയറിൽ പിടിച്ച് ആഞ്ഞു വലിക്കും. ലൂഫി പുറകിലേക്ക് അട്ടിച്ചു വീഴും. ഉടനെ ഒരു കൂട്ടം നേവി ആൾക്കാര് ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്യാണ്. ലൂഫി എങ്ങനെയൊക്കെയോ ആ ചാട്ട അതവന്റെ കഴുത്തിൽ നിന്ന് അഴിച്ച് ഒരു സോൾജിയറിനെ ഇപ്പൊ ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അവൻ മുകളിലേക്ക് നോക്കും. എയ്സിനെ അവനെ കൊല്ലാനായിട്ട് ആ രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഇവാൻ അവനങ്ങനെ ഫ്ലൈ ചെയ്തു വന്ന് അവന്റെ ഡെത്ത് വിങ് അറ്റാക്ക് അതുപയോഗിച്ച് അവരെ എല്ലാവരെയും അവിടുന്ന് പറത്തും. റൂട്ട് ക്ലിയർ ആയി നമ്മുടെ ആള് വീണ്ടും ഓടാൻ നോക്കുമ്പോഴായിരിക്കും ആ വലിയ ഫോഗിനൊക്കെ ഇടയിലൂടെ ഒരാള് മാസായിട്ട് നടന്നു വരിക. ക്യാമറക്കാരനും ഞാനും നിങ്ങളും എല്ലാവരും അടക്കം അതാരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല നമ്മുടെ കണ്ണാടി പയ്യൻ. അവൻ പറഞ്ഞതുപോലെ ഇപ്പൊ വലിയൊരു പൈലറ്റായി മാറി. പക്ഷെ കണ്ണാടി പയ്യന് ഇപ്പോഴും അവന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ല, ഇത്തവണ ഞാൻ ലൂഫിയെ നേരിടുന്നു പറഞ്ഞായിരിക്കും നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുക. അവനാണെങ്കിൽ ഇപ്പൊ കയ്യിലെ ഞൊട്ടയൊക്കെ ഇട്ട് കൈയൊക്കെ തിരിച്ച് തലയൊക്കെ രണ്ടു ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് കാലൊക്കെ അങ്ങനെ ചെറുക്കയിപ്പിച്ച് വാമപ്പൊക്കെ ചെയ്ത് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം വീഴാണ് ലൂഫിയുടെ വക വലിയൊരു പഞ്ച്. ആ ഒരൊറ്റ പഞ്ചില് നമ്മുടെ കണ്ണാടി പയ്യൻ എവിടേക്കോ പറന്നു പോകും. ഇടിയുടെ ഇമ്പാക്റ്റില് നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ അവസാനമായി ലൂഫിയായിട്ട് മീറ്റ് ചെയ്തത് അവനോട് സംസാരിച്ച കാര്യം അങ്ങനെ എല്ലാം തന്നെ ഒരു സെക്കൻഡ് മനസ്സിലൂടെ റിവ്യൂ ചെയ്യും. അവൻ കിലോമീറ്ററുകൾ ദൂരം പറന്നു വന്ന് അടിച്ചു വീഴും. പിന്നെ അവന് അനക്കമുണ്ടാവില്ല. എൽമപ്പോ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഞാൻ നിന്നോട് 100 തവണ പറഞ്ഞതല്ലേ ഇതിന് നിൽക്കണ്ടെന്ന്. അവന് ഭയങ്കര സ്ട്രെങ്ത് ആണ്. നീയും അവന്റെ ഒപ്പം സ്ട്രെങ്ത് ആയാൽ മാത്രമേ നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റൂ. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ എയ്സിനെ മാത്രം ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് പോവും. അവൻ അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോ ആ കൂമ കൂട്ടം അവറ്റകളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ലൂഫിയുടെ മുൻപിലേക്ക് ഫയർ പോലെ ഒരാള് വരും. മറ്റാരുമല്ല നമ്മുടെ സ്വന്തം പ്രിൻസസ് ഒരു വാരലോടാണെന്ന് മനസ്സിലാക്കിയ കൂമ കൂട്ടം അവറ്റകളാണെങ്കിൽ ഇപ്പൊ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യും. ആ ഗ്യാപ്പിൽ ലൂഫിയും അവന്റെ തൊട്ടു പിന്നാലെ ഇവാനും അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് ഓടും. ഇവാനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ലൂഫി എങ്ങനെ ഇവളെ വളച്ച് പാട്ടിലാക്കി. ലൂഫി അവളുടെ പേര് വിളിച്ച് താങ്ക്സ് പറഞ്ഞ് മുൻപോട്ടേക്ക് പോവും. പ്രിൻസസ് ആണെങ്കിൽ ചാടി വന്ന് അതിലൊരു കൂമയുടെ തലയ്ക്ക് ആഞ്ഞുചവിട്ടും. നിമിഷ നേരം കൊണ്ട് ആ തല അത് കല്ലായി മാറും. കട്ട് ചെയ്ത ഇവിടെ അക്കൈനോയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇടിച്ച് വൈറ്റ് ബേർഡിനെ അങ്ങനെ താഴെ ഇട്ടിരിക്കുകയാണ്. മാർക്കോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വൈറ്റ് ബേർഡിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷെ വീണ്ടും കിസറു അവനെ അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു വൈസ് അഡ്മിറൽ ആളങ്ങനെ കറങ്ങി വന്ന് മാർക്കോയുടെ കയ്യില് ഇപ്പൊ ഒരു സീ പ്രിസം സ്റ്റോണ് അത് ഇട്ടു കൊടുക്കും. ഇനി മാർക്കോയ്ക്ക് അവന്റെ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. കിസറു ആണെങ്കിൽ ഇപ്പൊ മാർക്കോയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടും. ഡയമണ്ട് ജോസു അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവക്കിജി ആണെങ്കിൽ വീണ്ടും മുഴുവനായിട്ടും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. പൈററ്റ്സിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ജിംബയെ കാണിക്കും. ജിംബയെ ആണെങ്കിൽ സോൾജേഴ്സിനെ എല്ലാം തന്നെ തട്ടി മാറ്റി മുൻപോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ വൈറ്റ് ബേർഡിനെ അദ്ദേഹത്തെ ഒരുപാട് നേവി സോൾജേഴ്സും ഒഫീഷ്യൽസും ഒക്കെ ചേർന്ന് ഇപ്പോ തല്ലി കൊല്ലുകയാണ്. എൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ ഓരോരുത്തർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടേയിരിക്കും. ഇനി ഒരു കാരണവശാലും വൈറ്റ് ബേർഡ് തിരികെ വരാൻ പാടില്ല എന്നതാണ് ഇപ്പൊ അവന്റെ ഏക ലക്ഷ്യം. ഒരു നേവിക്കാരനാണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബേർഡിന്റെ തലയിൽ തന്നെ വലിയൊരു പേരങ്കി വെച്ച് അറ്റാക്ക് ചെയ്യും.
തല അങ്ങനെ തകർന്ന് വൈറ്റ് ബിയർഡ് ആണെങ്കിൽ താഴേക്ക് വീഴും. പൈററ്റ്സ് അവരുടെ ഡാഡിയുടെ അവസ്ഥ കണ്ട് ആളുടെ പേരൊക്കെ വിളിച്ച് കരഞ്ഞ് അടുത്തേക്ക് ഓടിയെത്താണ്. ബിയർഡ് ആണെങ്കിൽ കൈ കാണിച്ച് ആ പൈററ്റ്സിനെ അവിടെ തടഞ്ഞു നിർത്തും. ആക്ച്വലി വൈറ്റ് ബിയർഡ് ആളിപ്പോ മുഴുവനായിട്ടും വീണിട്ടില്ല, ആള് മുട്ടുകുത്തി അങ്ങനെ ഇരിക്കുകയാണ്. വൈറ്റ് ബിയർഡ് അങ്ങനെ ക്യാഷ്വലായിട്ട് തലപൊക്കി ആ നേവി ഒഫീഷ്യൽസിനോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്താ ഞാനും എന്റെ പൈററ്റ്സും നിങ്ങളുടെ മുൻപിൽ തോറ്റു പോകുമെന്ന് കരുതിയോ? ഒരു കാരണവശാലും ഞങ്ങൾ തോറ്റു പോവില്ല എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും ഡബിൾ സ്ട്രോങ് ആയിട്ട് എഴുന്നേറ്റ് നിന്ന് ആ സ്ക്വാഡ് കയ്യിലെടുക്കും. ഇനി നിങ്ങൾ ഈ ഡാഡി വൈറ്റ് ബിയർഡിന്റെ പവർ അത് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ ആളുടെ കംപ്ലീറ്റ് സ്ട്രെങ്ത് എടുത്ത് നിലത്താഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവിടെ ഉണ്ടായിരുന്ന മോസ്റ്റ് ഓഫ് ദ നേവി സോൾജിയേഴ്സും അങ്ങനെ മുകളിലേക്ക് പറന്നു പോവാണ്. കുറച്ചു പേർ മാത്രം താഴെ നിന്ന് ആ നേവിക്കാർ പറന്നു പോകുന്നത് നോക്കി വണ്ടടിച്ചു നിൽക്കും. അതുപോലെ തന്നെ വൈറ്റ് ബിയർഡിന്റെ പവറും അദ്ദേഹത്തിന്റെ ആക്ഷനും സ്റ്റൈലൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസായി പോവാണ്. ഉടനെ മുകളിലേക്ക് പോയ ഓരോരോ സോൾജിയർ ആയിട്ട് ടറ പറന്ന് താഴേക്ക് വീഴാൻ തുടങ്ങും. സെൻഗോക്കുനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. ഇവിടെ വൈറ്റ് ബിയർഡ് ആള് 2 സ്റ്റെപ്പ് ഇപ്പൊ മുൻപോട്ടേക്ക് എടുത്തു വെക്കും. പക്ഷെ ഓൾറെഡി ഒരുപാട് അറ്റാക്ക് കിട്ടിയതുകൊണ്ടും ഒരുപാട് ഫൈറ്റ് ചെയ്തതുകൊണ്ടും ആളുടെ ബോഡിയിൽ ഇപ്പൊ തീരെ സ്ട്രെങ്ത് ഇല്ല. ആള് പതിയെ താഴേക്ക് വീണ്ടും പോവും. വൈറ്റ് ബിയർഡ് താഴേക്ക് വീഴുന്നത് കാണുമ്പോൾ വീണ്ടും സോൾജിയേഴ്സിനുള്ളില് ഒരല്പം കൂടെ കോൺഫിഡൻസ് വരും. അവർ പതിയെ പതിയെ വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ ശബ്ദം ഉണ്ടാക്കാതെ അങ്ങനെ നടക്കും. വൈറ്റ് ബിയർഡ് അരണ്ട ശബ്ദത്തിൽ ഇപ്പൊ അവരോട് പറയും, ഒരിക്കലും എന്നെയോ എന്റെ ക്രൂവിനെയോ മറികടന്ന് നിങ്ങൾക്ക് എയ്സിനെ ഒന്നും ചെയ്യാനാവില്ല. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ നെഞ്ചിലെ ആ ഒരു വലിയ മുറിവ് കാണിക്കും. അവിടുന്നാണെങ്കിൽ ചോര പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് പറയും. അതേസമയം ആ സോൾജിയേഴ്സ് അവരിപ്പോ വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സിനെ മാത്രം ലക്ഷ്യമാക്കി ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. വൈറ്റ് ബിയർഡിന് ചുറ്റും ഇപ്പൊ വീണ്ടും സോൾജിയേഴ്സ് റൗണ്ട് ചെയ്യാൻ ആരംഭിക്കും. ഇവിടെ എയ്സ് ആണെങ്കിൽ ആ വലിയ സ്ക്വാഡുകൾക്കിടയിലൂടെ വൈറ്റ് ബിയർഡിനെ നോക്കും. ഇവിടെ ജിംബൈനെ ആണെങ്കിൽ ഒരുപാട് പേര് ചേർന്ന് ചെയിനൊക്കെ വെച്ച് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ജിംബൈ അവന്റെ സർവ്വശക്തിയും എടുത്ത് ആ ചെയിനിലൊക്കെ പിടിച്ച് വലിച്ച് അവരെ എല്ലാവരെയും ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം ആദ്യം ജിംബൈ ആണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ മുൻപിലേക്ക് വരും. അവന്റെ തൊട്ടടുത്തായിട്ട് ബാക്കിയുള്ള കമാൻഡേഴ്സ് അങ്ങനെ നേർന്നു നിൽക്കും. ഞങ്ങളെ തകർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വൈറ്റ് ബിയർഡിനെ തൊടാൻ പറ്റൂന്ന് അവർ പറയും. ലോങ് ഷോട്ടിൽ സ്ക്വാഡ് ആണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ പൈററ്റ്സ് ഗ്യാങ് പറയും, ഇപ്പോഴെങ്കിലും നമ്മുടെ ടീമിന്റെ പവർ അത് കാണിക്കണം. അതിന് സ്ക്വാഡ് ഇത് ഞാൻ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യും, എന്റെ കൂടെ ആരും വരേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്ത തെറ്റ് അതെനിക്ക് തിരുത്തണമെന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് നടക്കും. അട്ടി ഇതാ ഇവിടെ സെൻഗോക്കു അവനാണെങ്കിൽ ഇപ്പോ എയ്സിനെ കൊല്ലാനായിട്ട് ആ 2 പേരോടും പറയും. അവരങ്ങനെ സ്ക്വാഡ് മുകളിലേക്ക് ഉയർത്തും. വൈറ്റ് ബിയർഡ് ഷോക്കായി അങ്ങനെ കണ്ണു തള്ളി നിൽക്കാണ്. ആളുടെ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡൊക്കെ തൊളുമ്പി ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ അവർ 2 പേരും ചേർന്ന് ആ കത്തിയെടുത്ത് വെട്ടാനായിട്ട് അങ്ങനെ ആഞ്ഞടുക്കുകയാണ്. അത് കണ്ട് ലൂഫി അവൻ അലറും. ഉടനെ ആ ഹോക്കി പവർ അത് പുറത്തേക്ക് വരാണ്. ഒരു പവറില് അവിടെ ഉണ്ടായിരുന്നവരും എയ്സിനെ വെട്ടാൻ ഒരുങ്ങിയവരും എല്ലാവരും മയങ്ങി താഴെ വീഴും. ആ ഹോക്കി പവർ കണ്ട് ഈ അഡ്മിറൽസിന് പോലും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. വൈറ്റ് ബിയർഡും എയ്സും പൈററ്റ്സും അങ്ങനെ എല്ലാവരും ഹോക്കി പവറിൽ ഞെട്ടി തരിച്ചു നിൽക്കുമ്പോ ഇവിടെ ലൂഫിയും ഇവാനും അവർ 2 പേരും അങ്ങനെ എടുത്ത് ചാടി വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.